പുതിയ സെക്യൂരിറ്റിയോ? വേലപ്പൻ നായർ വീണ്ടും ഇവിടെ സ്ഥലം മാറ്റിയോ? കണ്ണ് കണ്ടോടെ എനിക്ക് സർക്കിൾ ഇൻസ്പെക്ടറും സെക്യൂരിറ്റി ഗാർഡിനെയും കണ്ട തിരിച്ചറിഞ്ഞൂടെ? സോറി സാർ, കാക്കി ഇട്ടുകൊണ്ട് ഇവിടെ ഇങ്ങനെ നിന്നപ്പോ ഇതാണ് സാർ പറയുന്നത്, പോലീസുകാർക്ക് മാത്രമേ കാക്കി കൊടുക്കാവൂ. ഇത് ഓട്ടോക്കാരനും സെക്യൂരിറ്റിക്കും കണ്ടക്ടർക്കും തോട്ടിക്കും അണ്ടനും അടകോടനും ചെമ്മാനും ചെരുപ്പൂത്തിക്കും എല്ലാം കാക്കിയാകുമ്പോ ഈ ജാതി കൺഫ്യൂഷൻസ് വരും. അത് കാക്കിയുടെ കുഴപ്പമല്ല, ആൾക്കാരെ കണ്ട തിരിച്ചറിയാനുള്ള കോമൺ സെൻസ് വേണം. എന്താ എന്റെ പേര്? മിസ്റ്റർ അനന്തകൃഷ്ണ സ്വാമി, വൈസ് 50, ആലമൻഡ് അലേർട്ട് കമ്പനി ജനറൽ മാനേജറാണ്. തൊഴിലാളികൾക്ക് ശമ്പളം കൊടുക്കാൻ വേണ്ടി പണമെടുക്കാൻ വന്നതാണ്. ഓഫീസ് നമ്പർ 69546. മതി. തന്റെ പേര് മാത്രമല്ലേ ഞാൻ ചോദിച്ചുള്ളൂ സ്നേഹിത. ഈ കാക്കിക്കുള്ളിൽ തമാശക്കാരെ ഇരിപ്പുണ്ടല്ലേ? തന്റെ ഈ കളി എന്നോട് വേണ്ട. സോറി സാർ, ബാങ്കിനകത്ത് കുഴപ്പക്കാരെങ്കിലും ഉണ്ടോ? എന്താ? അല്ല, സാറിവിടെ യൂണിഫോം ഇട്ട് നിൽക്കുന്നുണ്ട് ചോദിച്ചാണ്. SP അദ്ദേഹത്തുണ്ട്. അദ്ദേഹമാണോ കുഴപ്പക്കാരൻ? സോറി സർ, ഐ എം ടോട്ടലി കൺഫ്യൂസ്ഡ്. ഐ വിൽ എക്സ്പ്ലെയിൻ. വേറെ വാചക അടിച്ച് നിൽക്കാണ്ട് പാനെടുത്തിട്ട് പോടോ. താങ്ക് യു സർ. എക്സ്ക്യൂസ് മീ, വർക്ക് ഈസ് വർഷിപ്പ്. ഗുഡ് മോർണിംഗ്. CI പറഞ്ഞു സാറോട് ഉണ്ടെന്ന്. ഐ മിസ്റ്റർ അനന്തകൃഷ്ണ സ്വാമി, വയസ്സ് 50. സാറിന്റെ വയസ്സെന്താ? പരുക്കനാ. സാർ എന്തിനാ എപ്പോഴും ബാങ്കിൽ നിന്ന് ഇങ്ങനെ കാശ് പിൻവലിക്കുന്നത്? തിന്നാൻ ബാങ്കിൽ ക്യാഷ് എടുക്കുന്നത്? സാർ എന്നെ തെറ്റിദ്ധരിച്ചു. സാറിന്റെ ചിലവുകൾ കുറച്ചുകൂടി നിയന്ത്രിച്ചൂടെ എന്നാ ഞാൻ ഉദ്ദേശിച്ചത്. എന്നാ ആദ്യമേ ഞങ്ങൾ ചോദിച്ചൂടെ? ഇപ്പോഴേ നിയന്ത്രിച്ചില്ലെങ്കിൽ സാറ് പെൻഷൻ പറ്റി വലിയൊരു കടക്കാരനായി മാറി ഞങ്ങളോടൊക്കെ കാശ് കടം ചോദിക്കും എന്നുള്ള പേടി കൊണ്ട് ഞാൻ പറഞ്ഞേ ഉള്ളൂ. നോൺസെൻസ്. യെസ് സർ. എന്ന് റിലീസായി ഇന്നലെ. എന്താ ഇവിടെ? ബാങ്കിലെ അക്കൗണ്ട് ക്ലോസ് ചെയ്യണമായിരുന്നു. പല ചുറ്റിക്കളിയൊന്നുമില്ലല്ലോ? ഇല്ല സർ. വെറുതെ എന്റെ കൈക്ക് ജോലി ഉണ്ടാക്കി വെക്കരുത്. How are you, Mr. James? സാമിയോ? ഫൈൻ. 5 ലക്ഷം. $10 രൂപയ്ക്ക് ഒറ്റനോട്ട് വേണം. താഴെ വല്ല പെട്ടിക്കടയിലും പോയി വാങ്ങിക്കൂടെ? അവരും ഇവിടെ നിന്നാണ് ചില്ലറ മറന്നെന്ന് പറഞ്ഞു. എന്നാ വെയിറ്റ് ചെയ്യേ. ഓക്കെ അല്ലേ? ഒന്ന് നോക്കിക്കോട്ടെ. ഓക്കെ. ടോക്കൺ 23. ധനശ്രീ ബാങ്കിൽ നിന്ന് 5 ലക്ഷവും തട്ടിക്കൊണ്ട് ആരോ ഓടിയെന്ന്. ഓടിയത് അവൻ തന്നെയായിരിക്കും. ആ ബെന്നി. അവനെ അവിടെ വെച്ച് കണ്ടപ്പോഴേ എനിക്ക് സംശയം തോന്നില്ല. അപ്പൊ തന്നെ അവനെ അറസ്റ്റ് ചെയ്തിരുന്നെങ്കിൽ ഈ മോഷണം നടക്കുമായിരുന്നോ? സമ്മതിച്ചു. നീ ആ പിണ്ണാക്ക് കേശവലയുടെ മകള് തന്നെ പുഴകി തിന്നാൻ നീ എന്റെ സ്റ്റിക്കും ആ ചാപ്പ് കൊടുക്കണം. അപ്പോ
വീണ്ടും തുടങ്ങിയല്ലേ? സാർ, ഇപ്പം ബാങ്കിൽ നിന്ന് ഒരാളുടെ പണം തട്ടിപ്പറിച്ചുകൊണ്ട് ഓടിപ്പോ ഞാൻ പിടിക്കാൻ ഓടിച്ചതാ. വേണ്ടിപ്പോരുത്. 5 വർഷം ജയിലിൽ കിടന്ന് പോരല്ലേ? സാർ, എന്നെ തെറ്റിദ്ധരിച്ചിരിക്കുകയാണ്. ഞാൻ ഒരു തെറ്റും ചെയ്തിട്ടില്ല. അങ്ങനെ ചോദിക്കണം സാർ. ഞാൻ ബാങ്കിൽ നിന്ന് ഒരാളുടെ കാശ് തട്ടിപ്പറിച്ചുകൊണ്ട് ഓടിയപ്പോ ഞാൻ പിടിക്കാൻ കൂടെ ഓടിയതാ. ഞാനല്ല, ഇവനാണ് കള്ളൻ. അല്ല സാർ, ഇവനാണ്. അവനെ വിടാൻ മര്യാദക്ക് സറണ്ടർ ആണെന്നാണ് പറഞ്ഞത്. ഇല്ല, ഇനി എന്നെ കള്ളനാക്കാൻ ഞാൻ സമ്മതിക്കില്ല. ഞാൻ പണം ബാങ്കിൽ ഏൽപ്പിക്കും. എന്നെ വിടണം സാർ. ഞാൻ കള്ളനല്ലെന്ന് ഞാൻ തെളിയിച്ചോളാം. ശാരദേ, 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 എന്റെ റിവോൾവർ. ഇങ്ങോട്ട് മാറി. എന്റെ അമ്മേ, ഇവരെന്നെ കണ്ടിട്ടൂടെ? സാർ, വീട്ടിൽ വഴക്കമില്ലെന്നാണോ സാറേ? ആരാ അവർക്ക് പെട്ടിയെടുത്തോണ്ട് ഓടിയത്? കേരളത്തില് ഞാനൊന്ന് പറഞ്ഞോട്ടെ. എനിക്കൊന്നും കേൾക്കണ്ട. കേട്ടേ പറ്റും. എനിക്കിതില് 1 ലക്ഷം രൂപ മതി. ബാക്കി താഴെ എടുത്തോ. ഒരാഴ്ച കഴിഞ്ഞാൽ ഞാൻ വേണമെങ്കിൽ പോലീസിന് പിടികൊടുക്കുകയും ചെയ്യാം. എന്റെ പെങ്ങളുടെ ജീവൻ രക്ഷിക്കാൻ വേണ്ടിയാ ഞാനിത് ചെയ്തത്. എന്നെ പ്രതീക്ഷിച്ച് അവൾ ആശുപത്രി കിടക്കുക. അവളുടെ ഓപ്പറേഷൻ കഴിഞ്ഞാൽ ഞാൻ എവിടെ വേണം വരാം. അതുവരെ എന്നെ തടയരുത് പ്ലീസ്. ഓപ്പറേഷൻ നടന്നില്ലെങ്കിൽ എന്റെ പെങ്ങള് ടാക്സി സ്റ്റാൻഡ് എവിടെയാ? ആ സൈഡില്. ചെയ്താലിക്കല്ല വണ്ടി എവിടെ? ചെയ്താലിക്ക് ഓട്ടം പോയേക്കാണ്. എവിടെ പോവാനാ? വരുമ്പോ ബെന്നി വന്ന് അന്വേഷിച്ചെന്ന് പറയണം. ലോങ് ഓട്ടാണ് പോയേക്കണത്. വരുമ്പോ വൈകും. വന്നാ തന്നെ നീ സ്റ്റാൻഡിലോട്ട് വരുമെന്ന് തോന്നുന്നില്ല. വീട്ടിൽ കാണും. ഏതായി പാർട്ടി? നമ്മുടെ ഉണ്ണിത്ത മുതലാളില്ലേ, അയാളുടെ ആളാ. ജയിലിലാണെന്നാ കേട്ടത്. ഇതിപ്പോ വിട്ടതാണോ ചാടിയതാണോന്ന് ഭഗവാൻ അറിയാം. എനിക്ക് അപ്പഴേ അറിയാം അവൻ വരില്ല എന്ന്. തന്ത്രപരമായി വേണം അവനെ കെണിയിലാക്കാൻ. എന്നാലേ നമ്മളെ വെട്ടി ചവം കൊണ്ടുപോയ സ്വർണം നമുക്ക് തിരിച്ചു പിടിക്കാൻ പറ്റൂ. 1 2 അല്ല, 8 ലക്ഷത്തിന്റെ ചരക്ക. അല്ല, ബലപ്രയോഗം നടത്തി ബെന്നിയെ കൊണ്ടുവരേണ്ട കാര്യമില്ലെന്ന് മുതലാളി പറഞ്ഞത് മാത്രമാണ്. സൂത്രത്തിൽ അവനെ ഫോൺ ചെയ്തുകൊണ്ട് പിടിക്കുക. ഒളിപ്പിച്ചു വെച്ച സ്വർണം അവൻ പൊക്കുന്നതും നമ്മൾ അവനെ മുക്കുന്നതും ഒരുമിച്ചായിരിക്കണം. അവന്റെ ശവം പോലും പിന്നെ ആരും കാണരുത്. മുതലാളി, ഇവർ അയാളെ കൊന്നുവന്ന ആ ശവം മറവ് ചെയ്യുന്ന കാര്യം ഞാൻ ഏറ്റു. അയ്യോ, ഒത്തിരി മുമ്പിന്ന് പോയി അവനെ ഫോളോ ചെയ്യാൻ നോക്ക്. ആദ്യം അവൻ എവിടെ നിന്ന് കണ്ടുപിടിച്ചാലേ ഫോളോ ചെയ്യാൻ പറ്റൂ. അയ്യോ എന്റെ ദൈവമേ, ആദ്യം അവനെ ഫോളോ ചെയ്തിട്ട് പിന്നെ എവിടെയുണ്ടെന്ന് കണ്ടുപിടിച്ചാൽ മതി. ആ, ഒരു കാര്യം തീർച്ച, ഇവിടെ എത്തിയാൽ അവൻ സൈതാനിയെ കാണാതെ പോവില്ല. പെണ്ണും പെടുക്കും ഒക്കെ ആയ പിന്നെ ഉണ്ണിത്താമൊരാളുടെ ഓട്ടം നമ്മൾ വേണ്ടാന്ന് വെച്ച് പോലീസിനെ പിടിച്ച് മേടിച്ച് കള്ളച്ചേർക്കും കൊണ്ട് ഓടിയിട്ട്
അർഷസിന്റെ സുഖത്തിന് മെച്ചം. ഉറുപ്പത്ത് ഉണ്ടായിട്ടെന്താ, ആസ്പത്രി കൊടുക്കാനേ നേരമുള്ളൂ. അല്ല, കസ്റ്റഡിയിലാവുമ്പോ അതിന്റെ അടുത്ത് എത്ര ഉറുപ്പ്യന്റെ ചരക്കുണ്ടായിരുന്നു? പോലീസിനാണെങ്കിൽ 2 ലക്ഷം, ഉണ്ണിത്താന്റെ കണക്കിലാണെങ്കിൽ 10. ബാക്കി 8 ലക്ഷത്തിന്റെ മുതല് നീ എവിടെയോ അമുക്കിന്നാ ഉണ്ണിത്താൻ പറയണേ. നിനക്കറിയോ, ഇവിടെ വന്ന് നമ്മളെ കുറെ ക്രോസിസ്താരം ചെയ്ത്. സത്യം പറ, നീ എവിടെയാ അമുക്കിയേ? ബാക്കി 8 പോലീസുകാർ തന്നെ നമുക്കിതാ. തറച്ചോന് അത് കൊള്ളാലോ. അപ്പോഴേ ഭർത്താവ് പറഞ്ഞോണ്ടിരിക്കാണ്ട് ഇത്തിരി ചോറിട്ട് കൊടുക്കുന്നു. മതി. ജയിലിൽ കിട്ടുന്ന അത്ര ടേസ്റ്റ് ഒന്നും ഇവിടെ ഉണ്ടാവില്ല. എന്നാലും കുടമ്പുളിട്ട് വെച്ച മത്തിയാ. ഞാൻ എഴുന്നേക്കട്ടെ. എന്താണ്ടത് ജയിലിൽ പോയിട്ട് നിനക്ക് കുറെ ഫോർമാലിറ്റീസ് ഒക്കെ. ആളൊരു പാവാ. അല്ല, ഇനിയിപ്പോ എന്താ നിന്റെ അടുത്ത പരിപാടി? ബാങ്കിൽ കുറച്ച് പൈസ കിടപ്പുണ്ട്. അക്കൗണ്ട് ക്ലോസ് ചെയ്ത് അതും വാങ്ങിച്ച് നാട് വിടണം. എങ്ങോട്ട്? എങ്ങോട്ടൊന്നുമില്ല, ഇവിടെ നിന്നാൽ ശരിയാവില്ല. പരിചയമുള്ളവർക്കൊക്കെ എന്നും ഞാൻ നോട്ടപ്പുള്ളിയായിരിക്കും. എല്ലാം നിർത്തി എന്ന് പറഞ്ഞാലും ആരും വിശ്വസിക്കില്ല. ഗതി കിട്ടാതാവുമ്പോ പിന്നെയും ചുറ്റിത്തിരിഞ്ഞ് ഉണ്ണിത്താൻ്റെ അടുത്ത് തന്നെ ചെന്നപ്പെടും. വേണ്ട, ഓണം എങ്ങോട്ടെങ്കിലും. ഒരു കണക്കിന് അതാ നല്ലത്. മനസ്സിലെങ്കിലും ഒരു സമാധാനം ഉണ്ടാവുമല്ലോ. അതെ, ഇത് നിന്ന് പിടിക്കും. പോയി പായ എടുത്തോണ്ട് വരാം. സാധാരണ നേരത്ത് കിടന്നുറങ്ങുന്നത് നിനക്ക് എന്തെങ്കിലും പെരുന്നാലാവോ? കിടന്നുറങ്ങിക്കോ. മോനെ ഞാനൊന്ന് എടുത്തോട്ടെ സീതാലിക്ക. എന്താ എന്റെ പേര്? മമ്മൂട്ടി. കിടന്നോളി. കരയല്ലേ കരയല്ലേ, ഉറങ്ങിക്കോ ഉറങ്ങിക്കോ ഉറങ്ങിക്കോ. വീഡിയോ ഉള്ളൂ. ഇതെന്നെ ഓളെ കണ്ണിട്ട് ചൊളിപ്പിച്ചാണ് ഞാനിവിടെ. ഞാൻ വലി നിർത്തി. നേരോ? പടച്ചോനെ, നമ്മൾ എന്താണ് കേൾക്കുന്നത്? സത്യം പറഞ്ഞാൽ നീ ജയിലിൽ പോയത് നന്നായി. കുറെ ദുശീലങ്ങളൊക്കെ മാറി കിട്ടിയല്ലോ. വീഡിയോ വഴി മാറ്റാൻ പറ്റുന്നുണ്ടെങ്കിൽ നമ്മളും കരുതുന്നു കുറെ നാള്. അതുപോട്ടെ, ഇനി ഒറ്റാന്തലേക്ക് നടക്കാനാണോ വിചാരം? നീ എന്താ ആലോചിക്കുന്നത്? ഏയ് ഒന്നുമില്ല. മനസ്സിലായി. കഴിഞ്ഞതൊന്നും ഓർത്ത് വിഷമിച്ചിട്ട് കാര്യമില്ല. കൊതിച്ചത് കിട്ടൂല. പടച്ചോൻ ഓരോന്ന് വിധിച്ചിട്ടുണ്ട്, അതേ നടക്കൂ. അതെ, വർത്താനം പറഞ്ഞിരുന്ന് നേരം വെളുപ്പാക്കണ്ട, വന്ന് കിടക്കാൻ നോക്കി. ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ചില ഉത്തരങ്ങൾ ഇടുന്നല്ലാതെ വേറെ കുഴപ്പമൊന്നുമില്ല. ആള് വെറും പാവാ. എന്നാ നീ കിടന്നു. അപ്പൊ ഗുഡ് നൈറ്റ്. അനി, നീ ആഗ്രഹിച്ചതുപോലെ തന്നെ ഇന്നു മുതൽ ഒരു പുതിയ മനുഷ്യനായി ജീവിക്കാൻ തുടങ്ങുകയാണ് ഞാൻ. ഈ കല്ലറയ്ക്കകത്ത് വല്ലതും ആയിരിക്കുമോ അവൻ സ്വർണ്ണം ഒളിപ്പിച്ചു വെച്ചിരിക്കുന്നത്? കല്ലറ പൊളിച്ചു നോക്കിയാലോ? മണ്ട, സ്വർണ്ണം ഉണ്ടെന്ന് ഉറപ്പുവരുത്തുന്നതിന് മുമ്പ് കല്ലറ പൊളിക്കുന്നത് കിഴങ്ങ് വലുതായെന്ന് അറിയാൻ വേണ്ടി ചെടി നോക്കുന്ന പോലെ ഇരിക്കും. കല്ലറ കിഴങ്ങ്.